ബാബേനെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റും. അത് നിങ്ങളുടെ സോളിൻ്റെ പ്യൂരിറ്റി അനുസരിച്ച് ആ ടൈമായ പുള്ളി കടന്നിരിക്കും. ബാബേനെ കാണാൻ വേണ്ടി ആരും ക്രിയായോഗം പഠിക്കണ്ട. ആ രീതിയിൽ അങ്ങനെ നമ്മൾ ഒരിക്കലും അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല. നമ്മുടെ ഇതെന്ന് പറയുന്നത് ബ്രഹ്മത്തിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്, ഗുരുവിനെ കാണാമെന്നുള്ളതല്ല. അപ്പം അങ്ങനെ ഒരു ഡ്യുവാലിറ്റിയായി. നിങ്ങൾ സ്നേഹിക്കണത് ബാബേനെയാണ്, മനസ്സിലായോ? അപ്പോൾ ബാബയിലൂടെ നിങ്ങൾ അങ്ങോട്ട് പോകും. അതല്ല വിഷയം. നമുക്ക് സ്ട്രെയിറ്റ് പാത്താണ്. ഗുരു നമ്മളെ ഗൈഡ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾ വഴിയെറ്റി പോയാൽ തിരിച്ച് തട്ടി ട്രാക്കിലേക്ക് ആക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റോള്. വഴിയെറ്റി പോകാൻ സമ്മതിക്കരുത്, ട്രാക്കിൽ കൂടെ വിടുക, അടുത്തടുത്ത സ്റ്റേജ് കൊടുത്ത് നിങ്ങളെ പൊക്കി കൊണ്ടുപോകുക. ഇത്രയേ ഉള്ളൂ നമ്മുടേതാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഒരു കാരണവശാലും ഡുവാലിറ്റിയിലേക്ക് പോകരുത്. എപ്പോഴും ഗുരുവിനെ ഗുരുസ്ഥാനത്ത് മാത്രമേ കാണാവൂ. അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ സെയിം എഫക്റ്റായി. ഡുവാലിറ്റി പാടില്ല. നേരത്തെ ചോദിച്ചാൽ മതി. സിംഗിള് ബ്രഹ്മം, വേറെ ഒന്നുമില്ല. കാരണം പിന്നെ പലരും ചോദിക്കും, ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ടില്ല, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന്. എല്ലാവരും ഹാപ്പി ആയിരിക്കും. കാരണം എല്ലാ അമ്പലത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെ ദേവന്മാരൊക്കെ ഇരിക്കണേ? ഒരു കൈ ഇങ്ങനെ ഇരിക്കും, മറ്റേ കൈ ഇങ്ങനെ ഇരിക്കും, അല്ലേ? അപ്പം ഇതെന്താണ്? റിസീവിങ്. അവരും കോസ്മിക് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. റിസീവിങ് ഹാൻഡാണത്. അപ്പോൾ അത് അവരും എല്ലാവരും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാല്ലേ? ആരെ ധ്യാനിക്കുന്നവർ? പരബ്രഹ്മത്തെ. അപ്പം നമ്മളും പോണത് എവിടേക്കാണ്? നമ്മളും ഡയറക്റ്റ് ബ്രഹ്മത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഡുവാലിറ്റി വിട്ട് ഇൻഡിവിജ്വൽ ആവുന്നു, സിംഗിൾ ആവുന്നു. അപ്പോൾ അവർ ഒന്നുകൂടി ഹാപ്പി ആവും. കാരണം അവർ പോണ ട്രാക്കിൽ കൂടെ നമ്മളും ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ മൂർത്തികളും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലുള്ള അവരെല്ലാവരും ഹാപ്പി ആയിരിക്കും. നിങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കും. എൻ്റെ ഒരു മോനെങ്കിലും ആ ട്രാക്കിൽ കൂടെ പോയല്ലോ എന്നുള്ള ഹാപ്പിനെസ്. അതുകൊണ്ട് ഒരു പണിയും വേണ്ട. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തന്നെ. ഇപ്പൊന്നും ഞാൻ പോകില്ല, ഇടയ്ക്ക് പോകും. ഇപ്പോൾ അമ്മ വന്നിട്ട് മടിയിലിരുത്തി എന്തൊക്കെ ചെയ്തിരുന്ന ഭയങ്കര കൂളായി ഐസായി ഇങ്ങനെ ഞാനിങ്ങനെ ഫ്രീസറിൽ വയ്ക്കുന്ന ലെവലിലുള്ള ആ അമ്മയുടെ വാത്സല്യം തന്നും മടിയിലിരുത്തി ഇത് ചെയ്തിട്ടുണ്ട്. അത്ര ഇഷ്ടമാകരുത് നമ്മൾ. പറഞ്ഞു കേട്ടെ, നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ, ഇതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ചേട്ടന് ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് ഇത് ക്യാരി ഓവർ ആവും. ഈ ബാങ്ക് ബാലൻസ് ഒരു പ്രാവശ്യം ചേട്ടൻ നഷ്ടപ്പെടാൻ പോണില്ല. ഇനി ബൈ ചാൻസ് കിട്ടിയില്ലെന്ന് ഇരിക്കുക, ഏജ് ഇത്രയായി, ഞാനിനിയും എൻ്റെ ചക്ര എല്ലാം ബ്ലോക്കാണ്, അപ്പോൾ പറ്റാവുന്ന അത്രയും പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നിന്ന് ചേട്ടൻ ആ ലെവലിൽ നിന്ന് പിന്നെ തുടങ്ങിയാൽ മതി. പിന്നെ വീണ്ടും ഒന്നേന്ന് തുടങ്ങണ്ട. അത്രേ ഉള്ളൂ. എല്ലാവരും മോക്ഷം കൊടുക്കാമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ കഷ്ടപ്പെട്ട നിങ്ങളെ എത്തിക്കും. കഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ നമ്മൾ അതേമാതിരി നിൽക്കുകയും ചെയ്യും. ഒരാളുടെയും കർമ്മം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ പറയുന്നു, ഒരാളുടെ കർമ്മം ഏറ്റെടുത്ത് നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ നോക്കുന്നില്ല. അത് പണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പം ആ പരിപാടി നിർത്തി. പരിപാടി ഇപ്പം നിങ്ങൾ യോഗ്യതയായ നിങ്ങൾക്ക് ക്രിയ തരും, മീൻസ് ഓരോ സ്റ്റേജ് തരും. അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ അർഹതപ്പെടാണ്ട് നമ്മൾ നമ്മുടെ ഊർജത്തിൽ നിന്ന് ഇവരെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടേ ഇവർക്ക് ഇത് വരുന്നില്ല, എന്താ ഈഗോ പോകുന്നില്ല. അങ്ങനെ ഈഗോ പോകാണ്ട് നമ്മൾ ആ ഫേസിലെത്തിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര ദോഷമുണ്ട്. അറിഞ്ഞ് അവർ സെൽഫ് വരണം. അപ്പോൾ നമ്മൾ എത്ര വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യും.